വെൽക്കം ടു ആഷീസ് കിച്ചൺ. ഇന്നത്തെ സ്പെഷ്യൽ പനീർ ബട്ടറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതിൻ്റെ റെസിപ്പി ഒറ്റയടിക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ബാക്കിയുള്ള വീഡിയോയിൽ കണ്ടു നോക്കി. മെയിനായിട്ട് ഇതിന് വേണ്ട 3 ഐറ്റമാണ്: പനീറും ബട്ടറും പിന്നെ കസ്തൂരി മെത്തിയും. ബട്ടർ അമൂലിൻ്റെ ആണ് എടുത്തിനെ. പനീർ പരലും ഉണ്ടാക്കാം, പാലും വിനാഗിരിയും ഉണ്ടാവും മതി. ഞാൻ പാക്കറ്റാണ് എടുത്തിനെ. പനീർ ബട്ടർ ഫുള്ളാവാൻ ബട്ടറിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അടുപ്പിൽ വെച്ച് ചട്ടിയിലിട്ട് കൊടുക്കുക. ഗരം മസാലയിൽ കണ്ടുവരുന്ന മരത്തിൻ്റെ കണ്ടോ, ചപ്പല കാഞ്ഞിരത്തിൻ്റെ അല്ല, മധുര കാഞ്ഞിരത്തിൻ്റെ. പിന്നെ ഒരു പൂവും കുറച്ച് ജീരകവും. ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇല്ലാത്ത എന്ത് കറി എല്ലാം ചെറുതായിട്ട് ചോട്ട കട്ടാക്കിയിട്ട് എല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മിക്സാക്കിയിട്ട് തിക്കാക്കിയിട്ട് എടുക്കാം. ഉപ്പില്ലാത്ത കറിയില്ല, മഞ്ഞൾപ്പൊടി ഇല്ലാത്ത മസാലയില്ല, മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇല്ലാത്ത ഗ്രേവിയും ഇല്ല. അതും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി കൂട്ടിയിട്ട് മസാല ടൈറ്റാക്കിയിട്ട് എടുക്കാം. ഈ മസാലനെ എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിടാം, കുറച്ച് കൊട്ട ഇടാം, ഒറ്റടി ഗ്രേവി റെഡി. അതിൻ്റെ ഇടയിൽ ബട്ടർ ഇല്ലാത്തൊരു കളിയില്ല. ഈ പനീറിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഫ്രൈ സ്പൂണിൽ ബട്ടർ തേച്ചിട്ട് ഈ വെളുത്ത കട്ട ഒന്ന് ബ്രൗൺ ആയിട്ട് വരുമ്പോൾ തളിച്ച് വരുന്ന ഗ്രേവിയിൽ ഇട്ട് കൊടുക്കാം. ഉപ്പെല്ലാം നോക്കി സെറ്റ്, നല്ല മണം വരുന്നുണ്ട്. എനിക്ക് കസ്തൂരി മത്ത ഒന്ന് വേറി കൊടുക്കാം, മല്ലിച്ചപ്പും കൂടി വിതറാം. നമ്മളെ കറി റെഡി. പനീർ ബട്ടർ റെഡി. ചാറും കൂട്ടി ഇതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് പൊളിച്ചിട്ട് തിന്നാം. എന്തോ ഒരു പാങ്ങിന്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.